ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായി നോക്കാൻ പോകുന്നത് ഇന്ന് നടക്കുന്ന സൂപ്പർ കപ്പ് മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC വിജയിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന്റെ സാധ്യതകളും കൂടാതെ തന്നെ മത്സരത്തിന് മുമ്പ് ജംഷഡ്പൂർ FCയുടെ പരിശീലകൻ ഖാലിദ് ജമീനി മത്സരത്തിന് മുന്നേ പറഞ്ഞ കാര്യങ്ങളും കൂടാതെ തന്നെ കുറച്ച് ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകളുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. ആദ്യത്തെ ഒരു വാർത്ത എന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഈ ഒരു 10ാം സീസണിലേക്ക് ടീമിൽ എത്തിച്ചിട്ടുണ്ടായിരുന്ന ഐബൻ ഡോഗ്ലിങ്ങിനെ കുറിച്ചാണ്. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഒട്ടേറെ അഭ്യൂഹങ്ങൾക്കൊടുവിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയിൽ നിന്ന് ലെഫ്റ്റ് ബാക്ക് താരമായ ഐബൻ ഡോഗ്ലിങ്ങിനെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ താരത്തിന് ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വെറും 3 മത്സരങ്ങളിൽ മാത്രമേ കളിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. മുംബൈക്കെതിരായ സീസണിലെ ആദ്യപാദ മത്സരത്തിൽ താരത്തിന് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. ഇതോടെ താരത്തിന് സീസണിലെ ബാക്കിയുള്ള മത്സരങ്ങളെല്ലാം തന്നെ നഷ്ടമായിട്ടുണ്ടായിരുന്നു. നിലവിൽ താരം പരിക്കിൽ നിന്ന് മുക്തനായി കൊണ്ടിരിക്കുകയാണ്. താരം ജിം ട്രെയിനിങ് ചെയ്യുന്നതിന്റെ ചിത്രം കഴിഞ്ഞ ദിവസം താരം തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം ഇന്നലെ താരം പരിക്കേറ്റിരിക്കുന്ന മോഹൻ ബഗാന്റെ മലയാളി താരമായ ആഷി കുരിനിയനോടൊപ്പം ഫിസിക്കൽ സ്ട്രെങ്ത് വീണ്ടെടുക്കാനുള്ള പരിശീലനം ഒന്നിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഓരോ ദിവസവും കടന്നു പോകുന്നതിനനുസരിച്ചുകൊണ്ട് താരം പരിക്കിൽ നിന്നും മെച്ചപ്പെട്ടു വരുന്നുണ്ട് എന്നാണ് നമുക്ക് റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു റിപ്പോർട്ടിനെ തുടർന്നുകൊണ്ട് തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 2ാം പാദ മത്സരങ്ങളിൽ താരം കളിക്കാനുള്ള എല്ലാ സാധ്യതകളും നമ്മൾ കാണുന്നുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ താരത്തിന്റെ പരിക്കിനോടനുബന്ധിച്ചുള്ള ഏറ്റവും പുതിയ വാർത്തകൾ പുറത്തേക്ക് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അടുത്തൊരു വാർത്ത എന്നത് ഇന്ന് നടക്കാൻ പോകുന്ന കലിംഗ സൂപ്പർ കപ്പിലെ കേരള ബ്ലാസ്റ്റേഴ്സ് FC വേഴ്സസ് ജംഷഡ്പൂർ FC മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് സെമിയിൽ കയറാൻ സാധിക്കുമോ എന്ന് പലർക്കും സംശയമുണ്ട്. കലിംഗ സൂപ്പർ കപ്പ് മത്സരത്തിൽ ഓരോ ഗ്രൂപ്പിലും 4 ടീമുകൾ വീതമാണ് ഉണ്ടാവുക. അതിൽ ഒരു ടീമിന് 3 മത്സരം വെച്ചുണ്ടാവും. നിലവിലിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഗ്രൂപ്പിൽ നിന്നുള്ള എല്ലാ ക്ലബ്ബുകളും ഓരോ മത്സരം വീതം കളിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ ഗ്രൂപ്പിൽ 1ാം സ്ഥാനത്തുള്ളത് 3 പോയിന്റോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ്. 2ാം സ്ഥാനത്തുള്ളത് ജംഷഡ്പൂർ FC ആണ്. 3ാം സ്ഥാനത്ത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCയും 4ാം സ്ഥാനത്ത് സിഗ്നോ ലജോഗുമാണുള്ളത്. ഇന്ന് കലിംഗ സൂപ്പർ കപ്പിലെ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ 2ാം മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് നേരിടാൻ പോകുന്നത് ജംഷഡ്പൂർ FCയാണ്. ഏതായാലും ഇന്ന് നടക്കാൻ പോകുന്ന ജംഷഡ്പൂർ FCക്കെതിരായുള്ള ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഉയർന്ന ഗോൾ ഡിഫറൻസിൽ ജയിക്കുകയും കൂടാതെ തന്നെ ശേഷമുള്ള നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCയുമായുള്ള മത്സരത്തിൽ നോർത്ത് ഈസ്റ്റിനെ തോൽപ്പിക്കുകയും ചെയ്താൽ ബ്ലാസ്റ്റേഴ്സിന് സെമി ഉറപ്പാക്കാം. നിങ്ങൾ ഏതായാലും ഇന്നത്തെ ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC വിജയിക്കുകയാണെങ്കിൽ എത്ര ഗോളിനായിരിക്കും വിജയിക്കുക എന്നൊന്ന് പ്രെഡിക്റ്റ് ചെയ്ത് കമന്റ് ചെയ്യുക. അടുത്ത ഒരു വാർത്ത എന്നത് ഇന്ന് നടക്കാൻ പോകുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് FC വേഴ്സസ് ജംഷഡ്പൂർ FC മത്സരത്തിന് മുന്നോടിയായിക്കൊണ്ട് ജംഷഡ്പൂർ പരിശീലകൻ ഖാലിദ് ജമീൽ പറഞ്ഞ വാക്കുകളാണ്. ജംഷഡ്പൂർ FCയുടെ പരിശീലകനായ ഖാലിദ് ജമീലിന്റെ വാക്കുകൾ ഇപ്രകാരം: എനിക്കറിയാം, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ക്ലബ്ബുകളിൽ ഒന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC എന്നുള്ളത്. അതിനാൽ തന്നെ അവരെ ഒരു കാരണവശാലും ചെറുതായി കാണാൻ സാധിക്കുന്നതല്ല. ഇത് കൂടാതെ അവർക്കിടയിൽ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വിദേശ താരങ്ങളും ഇന്ത്യൻ താരങ്ങളുമുണ്ട്. കൂടാതെ അവരെല്ലാവരും തന്നെ പരസ്പരം മനസ്സിലാക്കി കളിക്കുന്നത് കൊണ്ട് തന്നെ അവർ ഒരുപാട് ശക്തരായി മാറുന്നുമുണ്ട്. ഇക്കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നടക്കാൻ പോകുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് FC വേഴ്സസ് ജംഷഡ്പൂർ FC മത്സരത്തിന് മുന്നോടിയായിക്കൊണ്ട് ജംഷഡ്പൂർ പരിശീലകൻ ഖാലിദ് ജമീൽ പറഞ്ഞിട്ടുള്ളത്. അടുത്തൊരു വാർത്ത എന്നത് ഇഷാൻ പണ്ഡിതയെ കുറിച്ചാണ്. ഈ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഒട്ടേറെ ചർച്ചകൾക്ക് ശേഷം ഒട്ടനവധി പ്രതീക്ഷയോടെ സ്വന്തമാക്കിയ താരമാണ് ഇന്ത്യൻ ഇന്റർനാഷണൽ മുന്നേറ്റ താരമായ ഇഷാൻ പണ്ഡിത. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും നിർഭാഗ്യവാനായ ഫുട്ബോൾ താരം ഇഷാൻ പണ്ഡിതയാണോ എന്ന് സംശയിക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. അത്രയധികം ദയനീയമാണ് താരത്തിന്റെ നിലവിലെ അവസ്ഥ. നിലവിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച മുൻനിര താരങ്ങളെ എടുത്തു നോക്കുമ്പോൾ അതിൽ ഏറ്റവും കുറവ് അവസരം ലഭിച്ച താരമായിരിക്കും ഇഷാൻ പണ്ഡിത. കൂടാതെ ഈ ഒരു 10ാം സീസണിലേക്ക് വേണ്ടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് FC വമ്പൻ തുകക്ക് സ്വന്തമാക്കിയെങ്കിലും ഇതുവരെ ഒരു മത്സരത്തിൽ പോലും താരത്തിന് ആദ്യ 11ൽ അവസരം ലഭിച്ചിട്ടില്ല. ഏഷ്യൻ കപ്പിലുള്ള ഇന്ത്യൻ സ്ക്വാഡിലേക്ക് താരത്തെ തിരഞ്ഞെടുത്തത് സന്തോഷകരമായ കാര്യമാണെങ്കിലും കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ താരത്തിന് സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചിൽ പോലും ഇടം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിനു പകരം താരം നിലവിൽ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം സൂപ്പർ കപ്പിൽ കളിക്കാനുണ്ടായിരുന്നെങ്കിൽ മികച്ചൊരു പ്ലേ ടൈം താരത്തിന് ലഭിച്ചേക്കുമായിരുന്നു. ഇതിന്റെ
പ്രധാന കാരണം നിലവിൽ ഇവാൻ ആശാൻ എല്ലാ താരങ്ങൾക്കും ഒരുപാട് അവസരങ്ങൾ നൽകുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് താരം ഒരു നിർഭാഗ്യവാനാണെന്ന് സംശയിക്കുന്നത്. എന്നിരുന്നാലും വരും ദിവസങ്ങളിൽ താരത്തിന്റെ ഇത്തരം പ്രതിസന്ധികൾ മാറുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പായി ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും എല്ലാവരും പരിഗണിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.